ഇന്നലെ തന്നെ നേരം വൈകിച്ച ചെന്ന്. ഞാൻ ശരി പിന്നെ പറഞ്ഞോ. ഒന്ന് വേഗം വാടോ. രാജു ഒന്നും കൂടെ നോക്കിയാ എന്താ ചത്തെടുക്കണ്ട്. ഒരു വവ്വാല് കുഞ്ഞാണല്ലോ അത്. ജീവുണ്ട് എന്നാ തോന്നുന്നേ. നമുക്ക് അതിനൊന്ന് എടുത്താലോ? ഇതെന്താ മക്കളെ പരിപാടി? ഇതൊരു വവ്വാലിന്റെ കുട്ടിയാ. അത് തൊടല്ലേ? എൻ്റെ മക്കൾ നിങ്ങളൊക്കെ 24 മണിക്കൂർ മൊബൈൽ കാണുന്നതല്ലേ? ഇങ്ങനത്തെ ജീവികളൊന്നും വെറും കൈയോടെ തൊടാൻ പാടില്ല, മനസ്സിലായോ? പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നിപ്പ വന്ന കുറച്ച് കൊല്ലം മുന്നേ നിങ്ങൾക്ക് അറിയുന്നതല്ലേ മക്കളെ? ഈ വവ്വാലാണ് നമ്മുടെ നാട്ടിൽ നിപ്പ വളർത്തുന്നത്. വവ്വാലിനൊക്കെ തൊടണമെങ്കിൽ നമ്മൾ കയ്യൊറി മാസ്ക് ഉപയോഗിക്കണം, എന്നിട്ട് ശാസ്ത്രീയമായിട്ട് കുഴിച്ചിടണം. വനം വകുപ്പിന് വിവരം ഇറക്കും വേണം. ഇതെന്താ വന്നത്? ഇതിപ്പോൾ അവിടുന്ന് വീണ് കിട്ടിയ നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോട്ടെ, ഇതുണ്ടോ? ഇതെന്തോ കൊത്തിയുണ്ട്. ഇങ്ങനെ ജീവികളൊന്നും കൊത്തിയ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, മനസ്സിലായോ? ഇനി എന്ത് പഴമാണെങ്കിലും ഒരു ജീവിയും കൊത്തിയില്ലെങ്കിലും നല്ല കഴുകിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഇപ്പം ഞാൻ കൈ സോപ്പിട്ട് കഴുകണ്ടേ? ഇനി ഇപ്പോൾ കൊണ്ട് തോറ്റല്ലേ ബാബു കേട്ടാ, ഞങ്ങളെ വെക്കേഷനൊക്കെ ഇനി കൊളാവൂ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. ഇനി അഥവാ നമ്മൾ വീട്ടിലെ പട്ടീനെയോ പൂച്ചേനെയൊക്കെ കളിപ്പിച്ചാൽ തന്നെ കൈ സോപ്പിട്ട് കഴുകിയാൽ മതി. ഈ കൈ സോപ്പിട്ട് കഴുകുന്നതുകൊണ്ട് നിപ്പ മാത്രമല്ല, വേറെ നമുക്ക് പല രോഗത്തു നിന്നും രക്ഷപ്പെടാൻ പറ്റും. ആരോഗ്യവകുപ്പിൽ നിന്ന് തന്ന നോട്ടീസാണ്, ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിക്കോ. പിന്നെ ഈ കൈ കൊണ്ട് മുഖം തൊടരുത്, വീട്ടിൽ പോയി കൈ സോപ്പിട്ട് കഴുകണം കേട്ടോ. എന്നാ ശരി. അതിജാഗ്രതയുടെ 6 മാസക്കാലം, ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ. വവ്വാലുകളെ ഉപദ്രവിക്കരുത്. വവ്വാലുകൾ ചേക്കേറിയ മരങ്ങൾ നശിപ്പിക്കരുത്. വവ്വാലോ മറ്റേതെങ്കിലും ജീവികളോ കടിച്ച പഴങ്ങൾ കഴിക്കരുത്. പഴങ്ങൾ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. പനിയുള്ളപ്പോഴും ആശുപത്രികളിലായിരിക്കുന്ന മുഴുവൻ സമയത്തും മാസ്ക് ധരിക്കുക. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിനു ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുന്നത് ശീലമാക്കുക. വീട്ടിലാർക്കെങ്കിലും പനിയോടൊപ്പം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ജന്നി, തീവ്രമായ തലവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ വൈദ്യസഹായം തേടുകയും ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചെയ്യുക.